ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിൽ നിങ്ങളെ മുമ്പിൽ എത്തണം. തുടക്ക വീഡിയോയിൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മുനീർ കുരിയച്ചിറ പാച്ച് വീണ്ടും ഇതവിടെ എത്തിയിട്ടുണ്ട് ബ്ലാങ്ങാട് ബീച്ചിൽ. അന്ന് പാച്ച് ഇവിടെ സ്കേറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് മുനീറാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മുനീറും കൂടിയിട്ട് ഉണ്ട് പാച്ചുവിൻ്റെ കൂടെ സ്കേറ്റിങ് ചെയ്യാൻ. പാച്ചുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്കേറ്റിങ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് ഒരുവിധമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും സ്കേറ്റിങ് ചെയ്യണതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അതാ മുനീർ ഇവിടെ ഭയങ്കര ഇതിലൊക്കെ ഇടുന്നുണ്ട്. പാച്ചു ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാനിതവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരെ സ്കേറ്റിങ് ഇഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇവരെ സ്കേറ്റിങ് കാണാം. അപ്പോൾ നമ്മൾ സ്കേറ്റിങ് ചെയ്യണ സ്ഥലം എന്ന് വെച്ചാൽ ബ്ലാങ്ങാട് ബീച്ചിലാണ്. ഇവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. കാലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. പുലർച്ചെ 6 മണിക്ക് വന്നിട്ടാണ്. നേരെ അങ്ങനെ വെളുത്ത് വരണുള്ളൂ. ഒരുപാട് പേര് ഇവിടെ ജോഗിങ്ങും എക്സസൈസൊക്കെ ചെയ്യേണ്ടി കണ്ടില്ല. അതെ, അവിടെയൊക്കെ എക്സസൈസ് ചെയ്യേണ്ട ആൾക്കാർ. ഇവിടെ ഒരുപാട് പേര് നടക്കാനുണ്ട്. അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് നടന്ന് വരുന്നു, ഇതാ ഓടണ്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ നല്ല സ്ഥലമാണ്. സജിൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അമ്മ ഇവിടെ റൈഡ് സ്കേറ്റിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, തുടങ്ങല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? മുന്നീർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങല്ലേ മുനീറേ? ഗൈസ്, അങ്ങനെ രണ്ടാളും ഇതാ ഡ്രസ്സിങ് എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പാച്ചുണ്ട്, മുനീറുണ്ട്. രണ്ടാളും മുനീർ കുറച്ചുകൂടി ബെറ്ററൊക്കെ ആയിട്ടൊക്കെ ഓടിക്കുന്നുണ്ട്. പാച്ചൊക്കെ പഠിച്ച് വരണുള്ളൂ. എന്നാലും കുഴപ്പമില്ല. പക്ഷേ പാച്ചു ഇട്ടുള്ള ഷൂമലാണ് മുനീർ കൂടുതൽ ലോങ് ആയിട്ടൊക്കെ റൈഡ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് റോട്ടിലൊക്കെ മുനീർ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? വാച്ചോ, മുനീർ റെഡി അല്ലേ? ഓക്കെ, സ്റ്റാർട്ട്. രണ്ടുപേരും നല്ല കുഴപ്പമില്ലാണ്ട് ഓടിക്കുന്നുണ്ട്. ആ സൈഡിലേക്ക് ചേർന്ന് പോകണ്ട, അവിടെ ടൈൽ പൊട്ടിയിട്ടുണ്ട്. ആ വളക്ക് വാ, കാലൊക്കെ കാലടിപ്പിച്ചേക്ക്. ആയി വാ, അവൻ തന്നെ. നമുക്കറിയൊന്നുമില്ല. നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അതിൻ്റെ ആ രീതിയിൽ എനിക്കറിയുന്ന രീതിയിലൊക്കെ ഞാൻ അവർക്ക് ട്രെയിനിങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് ഓടിക്കുന്നുണ്ട്. 2 കാലും പൊക്കി വെക്ക് പാച്ചോ. കാലടിപ്പിച്ചേക്ക്. ഒരു കാലുകൊണ്ട് മാത്രം തള്ളല്ലേ, 2 കാലും പൊക്കി വെക്ക്. ആ കാലും പൊക്കി വെക്കാൻ നോക്ക്. ഈ ഒരു കാലുകൊണ്ട് മാത്രം തള്ളാണ്. അങ്ങനെ തന്നെ. പതുക്കെ കാലടിപ്പിച്ചേക്ക്. മുനീർ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഒറ്റക്ക് അവന് പെട്ടെന്ന് പഠിച്ച്. പതുക്കെ സ്പീഡാക്കണ്ട. പാച്ചു ഒരു കാലുകൊണ്ട് മാത്രം തള്ളി കൊടുത്തിട്ട് പോവാണ്. റൗണ്ട് അടിക്കട്ടെ, അതൊക്കെ അടിക്ക്. അവിടുന്ന് വളക്ക്. അവിടെ നിൽക്കട്ടാ. പാച്ചുവിൻ്റെ ഒരു കാലുകൊണ്ട് മാത്രം ഇങ്ങനെ തള്ളാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ കാലും കൂടിയിട്ട് പതുക്കെ ഇങ്ങനെ എടുത്ത് ഓടിച്ചോ. അവിടേക്ക് മുനീറുണ്ട് ബാക്കിക്ക് തന്നെ. എന്നിട്ടൊന്ന് ഓടിച്ച് കാണിച്ചു കൊടുത്താൽ അവനക്ക് 2 കാലും എങ്ങനെ വരണമെന്നുള്ളത് അത് നോക്കിട്ടാ. കാല് വെക്കണം എന്നുള്ളത് പാച്ചു നോക്ക്. വാ, വേണ്ട. ഒരു കാലുകൊണ്ട് മാത്രമല്ല, അതേപോലെ 2 കാലും ഇങ്ങനെ പൊക്കിയിട്ട് ഓടിച്ചിട്ട് ഇങ്ങോട്ട് വാ. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ മുനീർ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് പെട്ടെന്ന് പഠിച്ചു. പിന്നെ അവൻ്റെ 4 വീലാണ്. വേണ്ട, 2 കാലും ഇങ്ങനെ പതുക്കെ പൊക്കി മൂവ് ചെയ്യണ. വേണ്ട. അതേപോലെ ഒന്ന് ഇനി പാച്ചു ഒന്ന് ഓടിച്ചേ. മുനീർ അവിടെ നിൽക്ക്. വാ പാച്ചു വാ, പതുക്കെ. ഈ കാല് പൊക്കി എടുത്ത് നോക്ക്. അത്ര പൊക്കണ്ട. കൊത്തിരിച്ച. സ്ലോ ആക്ക്. കൈ ബാക്കിക്ക് ഇടല്ലേ, ഫ്രണ്ടിക്ക് തന്നെ ഇട്. ബോഡി കുറച്ച് ബെൻഡ് ചെയ്യുക, മുട്ട് ബെൻഡ് ചെയ്തിട്ട്. അങ്ങനെ തന്നെ പതുക്കെ കേട്ടാ. നോക്ക്. അത്ര സൈഡിക്ക് വേണ്ട കേട്ടോ, അതിൽ പൊട്ടിയുണ്ട്. വായോ. നേരെ നോക്ക്. അങ്ങനെ ഓടിക്ക്. താഴത്ത് നോക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നേരെ നോക്കി ഓടിക്ക്. ഈ കാല് പൊക്കി എടുത്തേക്ക് പാച്ചോ. പാച്ചു കൊടുക്ക്. അവിടെ സ്റ്റോപ്പ് ആയി. മുനീർ ഒന്ന് ഓടിച്ച് കാണിച്ചു കൊടുത്തേ.
നമ്മ വലിയ ട്രെയിനറൊന്നുമല്ല, പക്ഷെ എന്നാലും കണ്ടിട്ടും ഞാനും ചെയ്യണ ആളൊക്കെ തന്നെ. ഞാനും എൻ്റെ ഷൂ കൊണ്ട് കൊടുന്നില്ല എന്നുള്ളൂ. കണ്ടാ കാലെടുത്തൊക്കെ കണ്ടില്ല അവന്. ഞാനും ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉള്ള കാരണം അവരെ കൂടെയൊക്കെ ഇതായിട്ടാണ് ഞാൻ പഠിച്ചത്. ഞാൻ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കുറച്ച്. നല്ല രീതിയിലൊന്നുമില്ല, സാധാരണ രീതിയിൽ ഇങ്ങനെ ഓടിക്കുന്നു മാത്രം. കണ്ടാ 2 കാലും ഇങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ മുനീർ. അന്ന പോലെയാണ് പാച്ചു ഓടിക്കേണ്ടത് കേട്ടാ. മുനീർ അവിടെ സ്റ്റോപ്പ് ചെയ്യും, അവിടെ വളച്ച് നിൽക്ക്. അവിടെ നിൽക്ക്. വാ പതുക്കെ നേരെ നോക്ക്, മുനീർ നോക്ക്. അങ്ങനെ വാ, 2 കാലും എടുത്ത് വെക്ക്. വാ തന്നെ. പിന്നെ തള്ളല്ലേ. അങ്ങനെ പോട്ടെ. മുനീറ റൗണ്ട് അടിക്ക്. മുനീറ എടുക്ക്. അങ്ങനെ പോട്ടെ. കൈ ബാക്കി കിട്ടരുത് കേട്ടാ, ഫ്രണ്ടിലേക്ക് തന്നെ ഇട്. മുനീറോട് നിൽക്കുക. 2 കാലും പൊക്കി വെക്ക്. 1 കാലം ഇട്ട് നിരക്കല്ലേ, അങ്ങനെ തന്നെ. പോട്ടെ. അങ്ങനെ തന്നെ. വണ്ടിയിൽ സൈക്കിളുമുണ്ട്. എടുത്തോണ്ടേ അവിടക്ക്. ആ സൈഡിലേക്ക് പോലെ ടൈല് പൊട്ടിണ്ട് കേട്ടാ. നീ 1 കാലിട്ടിട്ട് ചെരിച്ചിതാക്കല്ലേ. 2 അങ്ങനെ ഒന്നുകൂടി അടിപ്പിക്ക്. കാലിനൊന്നുകൂടി ചെറുതാക്ക്. അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത. കാലിനെ അധികം വൈഡാക്കരുത്. ഈ ലെവലിലാണ് വെക്കേണ്ടത് കാലിന്. ഇങ്ങനെ കണ്ടാ, കുറച്ചും കൂടി അടുപ്പിച്ച്. അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ അതൊക്കെ ഓരോ കാലിങ്ങനെ പൊക്കി മൂവായ. ആള് പെട്ടെന്ന് പഠിച്ചിട്ട് തന്നാലോ. ഞാൻ വിചാരിച്ചിട്ടില്ല. ഫസ്റ്റ് വീഴ്ച അവിടെ വന്നിട്ട് വാച്ച് വീണിട്ടുണ്ട്. കുഴപ്പമില്ല. ബാക്കിലേക്ക് ഒരിക്കലും വീഴരുതിട്ടാ. വീഴാന്ന് ഫ്രണ്ടിലേക്ക് വീഴേ. പിന്നെ പാച്ചുവിനെന്ന് വെച്ചാൽ നമ്മളത്തെ ആകെ ഒരു ഹെൽമെറ്റും ഇതുള്ളൂ. പാച്ചുവിന് ഹെൽമെറ്റും ഇതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് ഓടിപ്പിക്കണത്. പാച്ചുവിന് ഹെൽമെറ്റും പേടെല്ലാം വാങ്ങണം. എന്നാലും ബോഡി ടേൺ ചെയ്യരുതിട്ടാ. ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടാണ് ഓടിക്കേണ്ടത്. മുനീറിന് മാത്രമേ ഉള്ളൂ ഹെൽമെറ്റ്. സ്റ്റോപ്പ് ചെയ്യും. അവിടെ വന്നിരിക്കും. അവിടെ പോയിരിക്കും. ഞാൻ എടുത്തോണ്ടിരാ. പതുക്കെ വാ ഗൈസ്. അങ്ങനെ അവർ 2 പേരും ഷൂ ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സെൻറ്ററിൽ കൂടി മാത്രം വന്നാൽ മതിട്ടാ. സ്പീഡാക്കണ്ട, നേരെ നോക്ക്. 2 പേരും ഷൂസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ട്രൈ ചെയ്യാണ്. പാച്ചു പിന്നെയും പഴയ പോലെ തന്നെ. സ്പീഡാക്കണ്ട വെച്ച് കഴിഞ്ഞാൽ 1 കാല് പൊക്കി വെക്കണില്ല. 1 കാല് മാത്രം അവന് മൂവ് ആക്കണുള്ളൂ. അതാണ് അവൻ്റെ കുഴപ്പം. അപ്പോൾ അതൊക്കെ പോയാൽ മതി. മുനീർ പിന്നെ കുറച്ചുകൂടി ഇത് പഠിച്ച കാരണം വലിയ കുഴപ്പമില്ലാണ്ട് ഓടിക്കുന്നുണ്ട്. പാച്ചു വീഴാനൊക്കെ പോകുന്നുണ്ട്. പോട്ടെ. മുനീർ കാല് കുറച്ച് അടുപ്പിച്ച് വെച്ചാൽ പാച്ചു അധികം വൈഡാക്കല്ലേ. നമുക്കറിയുന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇനി ഇതിനെക്കുറിച്ച് വലിയ അറിയുന്ന ആൾക്കാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാ കമൻ്റ് എല്ലാം ചെയ്യണം. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ്ങിൻ്റെ ഇതുകളൊന്നും നമ്മളവിടെ ഒന്നും ഇല്ല. അപ്പം അതുകൊണ്ടാണ്. അല്ലാതെ ഞങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ പറഞ്ഞേക്കണമെന്നുണ്ടായിരുന്നു. ഇല്ല, കുഴപ്പമില്ലാണ്ട് ഓടിക്കണ്ട. അത്ര സ്പീഡിലൊന്നല്ല അവർ ഓടിക്കണത്. വീഴുന്നതാണ് പേടി. പിന്നെ ഒരു ഒറ്റ ഹെൽമെറ്റേ ഉള്ളൂ. പാച്ചോ അധികം സ്പീഡാക്കണ്ട. ഇനി കുറച്ച് പാക്കിക്കുന്ന കാലടുപ്പിച്ചേക്ക്. നേരെ നോക്കി. ഇവിടേക്ക് താഴത്തേക്ക് നോക്കണത് എത്ര പ്രാവശ്യം പറയണോ? കൈ ഫ്രണ്ടിലേക്ക് തന്നെ ഇട്. ബാക്കിലേക്ക് ഇടല്ലേ. ബാക്കിലേക്ക് പോണ് കൈ. പതുക്കൊന്നാ മതി. സ്പീഡാക്കണ്ട. വാ പതുക്കെ വന്നാൽ മതി. വായോ കൈ ഫ്രണ്ടിലേക്ക് ഇട്ടാ. നേരെ നോക്കി. ഇന്നെ നോക്കിട്ട് വാ. പതുക്കെ അടുപ്പിച്ചേക്ക്. മുനീർ കുറച്ച് അവൻ്റെ ഒപ്പം നിൽക്ക്. വാ സ്പീഡാക്കണ്ട. കൈ ബാക്കിലേക്ക് ഇടരുതിട്ടാ. നേരെ നോക്കണ വാച്ചോ. താഴത്തേക്ക് നോക്കല്ല, നേരെ അങ്ങോട്ട് ദൂരത്തേക്ക് നോക്കുക. താഴത്തേക്ക് നോക്കി ഓടിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരാം. അവിടെ പോയിരിക്കും. അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇതാ എന്തൊക്കെയാ ആക്കിയിട്ട് പോകണ്ട് വാച്ചു.
എന്താ വച്ചോ ഇതിട്ടിട്ട് ഇതുമലാണ് പഠിക്കേണ്ടത് ശരിക്ക്. അപ്പോഴാണ് മറ്റേമേലെ അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വീലാണ് ഇത്ര പെട്ടെന്ന് വീഴയില്ല. ഇതുമേല് നല്ല രീതിയിൽ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അതുമ്മ സിമ്പിളായിട്ട് പോവാം. മനസ്സിലായില്ലേ? മുനീർ പഠിച്ചത് ഇതുമലാണ്. മുനീർ ഒരാഴ്ച കൊണ്ട് ഇതുമ്മ അടിപൊളിയായിട്ട് ഓടിക്കാൻ പഠിച്ചപ്പോൾ അതുമ്മ സൂപ്പറായിട്ടാണ് ഇപ്പോൾ ഓടിക്കണവന്. വെള്ളം കുടിക്കും, അവന് കൊടുക്കും വെള്ളം കുടിക്കണ രണ്ടാളും ക്ഷീണിച്ചിട്ട് നേരൊക്കെ ഇങ്ങനെ വെളുത്ത്. നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. നേരൊക്കെ ഇങ്ങനെ വെളുത്ത് വന്ന് സൂര്യനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. 6 മണിക്കാകുമ്പോൾ എത്തിയിട്ടുണ്ട് ഇവിടെ. ആ കാണുന്ന കടലാണ്. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ. സൂപ്പറാണ്, നല്ല വ്യൂ ആണ്, അടിപൊളിയാണ് ഇവിടെ. കാലത്തെല്ലാം വന്നിട്ട് ഇതേപോലെ കുട്ടികളായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ വ്യൂ ആണ് ഇവിടെ. ഇതാ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളതെല്ലാം ഉണ്ട് ഇവിടെ.